കേരളത്തിൽ കുട്ടികൾക്കുള്ള വീടുകൾ രക്ഷിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മൊബൈൽ പ്രശ്നമാണ്. കുട്ടികൾക്ക് രക്ഷിതാക്കൾ മൊബൈൽ അങ്ങോട്ട് കൊടുക്കും. കുട്ടികളുടെ സാമൂഹ്യ ഇടപെടൽ, മുതിർന്നവരോടുള്ള പെരുമാറ്റം, സമപ്രായക്കാരുള്ള ഇടവേളകൾ എന്നിവയെല്ലാം തകിടം മറിക്കുന്ന അപകടകരമായ സാഹചര്യമാണ് മൊബൈൽ ഉപയോഗം കണ്ടെത്തിയിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ കൈവശം ഫോണുകളും ടാബുകളും കൊടുക്കരുത്. സ്വന്തം കുട്ടിയെ വണ്ടർ കിഡ് പരിവേഷം നൽകിയ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ പഠനങ്ങളും ചില രക്ഷിതാക്കളുടെ അനുഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് മൊബൈൽ ഉപയോഗം രാസലഹരി ഉപയോഗിക്കുന്നതിനേക്കാൾ അപകടകരമാണ്. കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ സ്വാധീനം ചെലുത്താൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് കഴിയും. കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുമ്പോഴും കുട്ടിയെ നോക്കാൻ ബുദ്ധിമുട്ട് ആയതുകൊണ്ട് ഫോൺ കൊടുത്ത ശേഷം വിശ്രമിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. മൊബൈൽ ഫോണിനായി വാശി പിടിക്കുന്ന കുട്ടികൾക്ക് അത് നൽകുന്ന രക്ഷിതാക്കൾ ശരിക്കും സ്വന്തം കുട്ടിയോടുള്ള സ്നേഹമല്ല കാണിക്കുന്നത്, മറിച്ച് കുട്ടിയോടുള്ള മറ്റു സാധനങ്ങളെയും കഴിവുകളെയും മുളയിലെ നുള്ളിക്കളയുകയാണ് രക്ഷിതാവ് ചെയ്യുന്നത്. മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നു, പല കാര്യങ്ങളും കണ്ടും അറിഞ്ഞും പഠിക്കേണ്ട പ്രായത്തിൽ സ്മാർട്ട് ഡിവൈസുകളുടെ ലോകത്ത് കടത്തിവിടുന്നത് കുട്ടികളുടെ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണെന്ന് വിശേഷിക്കപ്പെടുന്നത്. മാതാപിതാക്കൾ മൊബൈൽ ഫോൺ ഉപയോഗം നിർദ്ദിച്ചതും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഉയർന്ന വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾക്കുള്ള കേരളത്തിലെ കുട്ടികൾക്കുള്ള ഡിജിറ്റൽ അഡിക്ഷനും അതേ തുടർന്നുള്ള മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സംസ്ഥാന പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കീഴിൽ ആരംഭിച്ചുള്ള ഡിജിറ്റൽ അഡിക്ഷൻ സെന്റർ എത്തുന്ന നിരവധി കേസുകളാണ്. ലഹരിക്കടിമപ്പെട്ടകൾ ഏതു കിട്ടാതിരിക്കുമ്പോഴും കാട്ടിക്കൂട്ടാറുള്ള ഭ്രാന്തായ അതിക്രമങ്ങൾക്ക് സാമാന്യമായ സാഹചര്യമാണ് മൊബൈൽ അഡിക്ഷനുള്ള കുട്ടികളുടെയും സൃഷ്ടിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ അഡിക്ഷൻ ഭേദമാക്കാതെ അവസ്ഥയിലാണ് എത്തും. ഈ ഘട്ടത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരെ കുട്ടികൾ ആക്രമിക്കാനും എതിർക്കാനും തുടങ്ങും. ഒരു ദിവസം 12 മണിക്കൂറിലധികം സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം കേരളത്തിൽ വ്യാപകമായി വർദ്ധിക്കുകയാണ്. ഉദ്യോഗസ്ഥർ പറയുന്നു, 15-17 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് കൂടുതലും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടുന്ന ഇന്നത്തെ തലമുറ ഈ പ്രായം പോലും എത്തുന്നതിന് മുമ്പ് തന്നെ മൊബൈൽ ഉപയോഗിക്കുന്ന അടിമകളാകുന്നു. ആൺകുട്ടികളാണ് പ്രാധാന്യമായി മൊബൈൽ ഗെയിമുകൾക്കാണ് ഇവർ അടിമപ്പെടുന്നത്. പെൺകുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നതാകട്ടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിനും പണം ഉപയോഗിച്ച് കളിക്കേണ്ട ഗെയിമുകളിലേക്കും ചെന്നപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. ഇതിന് പണം കിട്ടാതെ വരുന്നവരുടെ വീട്ടിൽ നിന്ന് മോഷണം നടത്തുകയും സാധനങ്ങൾ വിറ്റ് പണം കണ്ടെത്തുകയും ചെയ്യുന്നു സാധാരണമായി മാറിക്കഴിഞ്ഞു. പെൺകുട്ടികളാകട്ടെ പ്രണയക്കണിയിൽ വീഴുന്നതാണ് സംഭവിക്കുന്നത്. പലപ്പോഴും ഒന്നിലധികം പ്രണയബന്ധങ്ങൾ ഇവർക്ക് ഉണ്ടാകും ചെയ്യുന്നു. പ്രണയബന്ധം ശാരീരിക ചൂഷണങ്ങൾക്ക് എത്തിക്കഴിഞ്ഞ ശേഷമായിരിക്കും പലപ്പോഴും രക്ഷിതാക്കൾ അറിയുന്നത്. പഠനത്തിൽ താല്പര്യമില്ലാതിരിക്കുക, വീട്ടിൽ ഉള്ള ആളുകളുമായി സംസാരിക്കുന്നത് കുറയുക, പെട്ടെന്ന് ദേഷ്യം വരിക തുടങ്ങിയവയെല്ലാം മൊബൈൽ അഡിക്ഷന്റെ ലക്ഷണമാണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സൗജന്യ കൗൺസിലിംഗിലൂടെ അമിത മൊബൈൽ ഉപയോഗത്തിൽ നിന്നും മുക്തമാക്കുകയും സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് മാതാപിതാക്കൾ ബോധവൽക്കരണമാകുകയും ചെയ്യണം. കുട്ടികൾക്ക് ചോദ്യാവലി നൽകിയ ശേഷം ഉത്തരങ്ങൾ പരിശോധിച്ച് മൊബൈൽ അഡിക്ഷന്റെ തോത് കണ്ടെത്തുന്നതും പ്രതിവിധി നിർദ്ദേശിക്കുന്നതും